അത് നമുക്ക് ഓ സലിൽദയുടെ ഒരു പാട്ട് കേൾക്കാൻ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. നമ്മുടെ സലിൽദ റൗണ്ട് ആണ് വരാൻ പോകുന്നത്. എത്തുന്നത് കുഞ്ഞാറ്റക്കിളിയാണ്. കുഞ്ഞാറ്റ. യെസ്, ലെറ്റ്സ് വെൽക്കം സുഭദ്ര കുട്ടി ഓൺ സ്റ്റേജ്. ഹായ് ഹായ് ഹായ്. ഈ കറുക വയൽ കുളിര് കൊയ്യാൻ ഇതാ വരുന്നു നമ്മുടെ സുഭദ്ര കുഞ്ഞാറ്റ. നല്ല പട്ടുപാട. ഭദ്രേ, എന്തോ കുഞ്ഞാറ്റേ, എന്തോ നമുക്ക് സുഭദ്ര കുഞ്ഞാറ്റ എന്ന് പേരിട്ടല്ലോ. യുവർ ചോയ്സ്. അല്ല, നമ്മൾ എന്ത് ടൈറ്റിൽ എന്ത് വയ്ക്കും? പാടിയത് സുഭദ്ര എന്നാണോ, പാടിയത് ഭദ്ര എന്ന് വേണോ, പാടിയത് കുഞ്ഞാറ്റ എന്ന് വേണോ, അതോ പാടിയത് കുഞ്ഞാറ്റ സുഭദ്ര എന്ന് വേണോ? കൺഫ്യൂഷൻ ആയി കേട്ടോ. സുഭദ്ര കുഞ്ഞാറ്റ മതിയോ? ആ ഓക്കെ ഓക്കെ, അതൊക്കെയാണോ തീരുമാനമായി? അച്ഛനമ്മയും സമ്മതിച്ചാ? ഇവരെന്തിനും ഏതിനും റെഡിയാ മൂന്നാളും. അടുത്ത ഗാനം ആലപിക്കുന്നത് സുഭദ്ര കുഞ്ഞാറ്റ. സുഭദ്ര കുഞ്ഞാറ്റ. ഒരു ഓമനത്തുണ്ടല്ലേ? സിംഗർ വിട്ടുപോയി അല്ലേ? അല്ല, ഇത് അനൗൺസ്മെന്റ്, റേഡിയോ അനൗൺസ്മെന്റ്. ഇന്ന് കിളിയേ കിളിയേ നീലാഞ്ജന പെങ്കിളി. ഞാൻ വിചാരിച്ചു കിളിയേ കിളിയേ അതാണെന്ന് വിചാരിച്ചു. ആ പാട്ടല്ല. ആ പാട്ടല്ല, സലിത. യെസ്. അയ്യാ, വയലാറാമോർമ്മ സാർ, ദാസേട്ടൻ പാടിയത്, കൂടെ വാണിയമ്മ കോറസും. ഇവിടെ കോറസില്ലേ? വരില്ലേ? ആ വരും. വർഷം 1975. സിനിമ രസലീല അല്ലേ? എല്ലായി. ഇനി നേരെ പാടിക്കോ കുഞ്ഞാറ്റ. യെസ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ചൂടും വയൽ പൂ, ഈ വയൽ പൂ. കിളിയെ കിളി കിളിയെ നീലാഞ്ജന പൈങ്കിളിയെ, ഈ കറുക വയൽ കുളിര് കൊയ്യാൻ നീ കൂടെ വാരി. ചെറുപീലി അരത്താലി പൂച്ചൂടി ആടുമിളം കതിരുന്നുള്ള നീ കൂടെ വാ. കിളിയെ കിളി കിളിയെ നീലാഞ്ജന പൈങ്കിളിയെ, ഈ കറുക വയൽ കുളിര് കൊയ്യാൻ നീ കൂടെ വാരി. ചെറുപീലി അരത്താലി പൂച്ചൂടി ആടുമിളം കതിരുന്നുള്ള നീ കൂടെ വാ. ഒളി കണ്ണാ എന്നെ നോക്കൂലേ, പൂക്കൂലേ എന്നിൽ പൂക്കൂലേ. ഒളി കണ്ണാ എന്നെ നോക്കൂലേ, പൂക്കൂലേ എന്നിൽ പൂക്കൂലേ. ഓ കിളിയെ കിളി കിളിയെ നീലാഞ്ജന പൈങ്കിളിയെ, ഈ കറുക വയൽ കുളിര് കൊയ്യാൻ നീ കൂടെ വാരി. ചെറുപീലി അരത്താലി പൂച്ചൂടി ആടുമിളം കതിരുന്നുള്ള നീ കൂടെ വാ. ഒളി കണ്ണാ എന്നെ നോക്കൂലേ, പൂക്കൂലേ എന്നിൽ പൂക്കൂലേ. ഒളി കണ്ണാ എന്നെ നോക്കൂലേ, പൂക്കൂലേ എന്നിൽ പൂക്കൂലേ. പൊൻതൂമ്പ കൊണ്ടാൽ മതിക്കും മണ്ണ്, പൊൻതൂമ്പ കൊണ്ടാൽ മതിക്കും മണ്ണ്. പുഞ്ചയ്ക്കു പൂമ്പാൽ ചുരത്തും മണ്ണ്, പുഞ്ചയ്ക്കു പൂമ്പാൽ ചുരത്തും മണ്ണ്. ഞാൻ എന്റെ സ്വപ്നം വിതയ്ക്കും മണ്ണ്, ഞാൻ എന്റെ സ്വപ്നം വിതയ്ക്കും മണ്ണ്. ആ പൊൻതൂമ്പ കൊണ്ടാൽ മതിക്കും മണ്ണ്, പൊൻതൂമ്പ കൊണ്ടാൽ മതിക്കും മണ്ണ്. ആരു കൊയ്യും ആരു കൊയ്യും, ആരു ചൂടും ആരു ചൂടും വയൽ പൂ, ഈ വയൽ പൂ. കിളിയെ കിളി കിളിയെ നീലാഞ്ജന പൈങ്കിളിയെ, ഈ കറുക വയൽ കുളിര് കൊയ്യാൻ നീ കൂടെ വാരി. ചെറുപീലി അരത്താലി പൂച്ചൂടി ആടുമിളം കതിരുന്നുള്ള നീ കൂടെ വാ. ഒളി കണ്ണാ എന്നെ നോക്കൂലേ, പൂക്കൂലേ എന്നിൽ പൂക്കൂലേ. ഒളി കണ്ണാ എന്നെ നോക്കൂലേ,
ചില്ലയിൽ കൂടുകൂട്ടും കരൾ ചില്ലയിൽ നീ പെയ്തിറങ്ങും വികാരങ്ങളിൽ ഞാൻ പൂത്തു നിൽക്കും മരിക്കും വരെ ഞാൻ പൂത്തു നിൽക്കും മരിക്കും വരെ നീ കൂടുകൂട്ടും കരൾ ചില്ലയിൽ കൂടുകൂട്ടും കരൾ ചില്ലയിൽ നിന്റെ മാത്രം എന്നും എന്നും നിന്റെ മാത്രം വയൽ പൂ ഈ വയൽ പൂ കിളിയെ കിളിക്കിളിയെ നീലാഞ്ചന പൈങ്കിളിയെ ഈ കറുക വയൽ കുളിരു കൊയ്യാൻ നീ കൂടെ വാരി ചെറുപീലി പരത്താലി പൂച്ചൂടി ആടുമിളം കതിരുന്നുള്ള നീ കൂടെ വാ കിളിയെ കിളിക്കിളിയെ നീലാഞ്ചന പൈങ്കിളിയെ ഈ കറുക വയൽ കുളിരു കൊയ്യാൻ നീ കൂടെ വാരി ചെറുപീലി പരത്താലി പൂച്ചൂടി ആടുമിളം കതിരുന്നുള്ള നീ കൂടെ വാ പൊളി കണ്ണാൻ എന്നെ നോക്കൂലേ എന്നിൽ പൂക്കൂലേ പൊളി കണ്ണാൻ എന്നെ നോക്കൂലേ എന്നിൽ പൂക്കൂലേ താങ്ക് യു കുറസേ കലക്കി. താങ്ക് യു കുഞ്ഞാറ്റക്കുട്ടി, എന്തോ എന്തിനാ ടെൻഷൻ? അറിയില്ല. ഒരു ടെൻഷന്റെ ആവശ്യമില്ല. കലക്കി പാടി. താങ്ക് യു സാർ. കിളിക്കിളിയെ നീലാഞ്ചന പൈങ്കിളിയെ ഈ കറുക വയൽ കുളിരു കൊയ്യാൻ നീ കൂടെ വാരി ചെറുപീലി അരത്താലി പൂച്ചൂടി എന്താ വെച്ചാ അങ്കിൾ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാ ഇത്രയധികം ചേഞ്ച് ഓവറുകളുണ്ട് ഈ പാട്ടിൽ. അതെല്ലാം കൈകാര്യം ചെയ്യണ്ടേ? റെക്കോർഡിംഗ് അല്ലല്ലോ. പിന്നെ തിരിച്ചു പോയി ഓരോ അക്ഷരം വെച്ച് എഡിറ്റ് ചെയ്ത് ഒന്നും ഇറക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ എന്താണോ പാടിയത് അതാണല്ലോ നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ദർ ഇസ് നോ ഗോയിങ് ബാക്ക്. ഒരു ഫ്ലാഷ് ബാക്ക് ഇല്ല ജീവിതത്തിൽ എന്ന് പറയുന്ന പോലെയാണ് ഒരു ലൈവ് പെർഫോമൻസ്. നമുക്ക് തിരിച്ചു പോയി അത് ആ ചില നോട്ട്സ് കറക്റ്റ് ചെയ്യാൻ പറ്റൂല അല്ലേ? അപ്പോൾ അതിന് നല്ല ധൈര്യപൂർവ്വം ഈ പാട്ട് എടുത്തതിന് ഒരു വലിയ കൈഡിയോ. താങ്ക് യു സാർ. ഇത് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് കോമ്പോസിഷൻസ് നമ്മുടെ സൽദാട. അത്രയധികം ചേഞ്ച് ഓവറുകളുണ്ട്. അത് സിനിമാറ്റിക് ചേഞ്ച് ഓവറുകളാണ്. ബിജിഎം വരുന്നു, പിന്നെ ചേഞ്ച് വരുന്നു, പിന്നെ കിളിയെ രണ്ടാമത് എടുക്കേണ്ടി വരുന്നു, അവിടെ കറക്റ്റ് ടെമ്പോയില് വരണം, പിന്നെ അടുത്ത ചേഞ്ച് ഓവർ എന്താണ് നീ കൂടുകൂട്ടും കരൾ ചില്ലയിൽ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ വരണം. അത് സൂപ്പറായിട്ട് പാടി കേട്ടോ. താങ്ക് യു സാർ. നീ കൂടുകൂട്ടും കരൾ ചില്ലയിൽ എന്നിട്ട് പിന്നെ ഓ എന്ന് എടുത്തില്ലേ? അത് സൂപ്പറായിരുന്നു കേട്ടോ. താങ്ക് യു സാർ. അതിങ്ങനെ അതിൽ അലിഞ്ഞ് കേട്ടോ. ആര് കൊയ്യും ആര് കൊയ്യും അതൊന്ന് പാടിക്കോ. ഓ ആര് കൊയ്യും ആര് കൊയ്യും ആര് ചൂടും ആര് ചൂടും വയൽ പൂ ഈ വയൽ പൂ. ഈ പിച്ച് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നതിൽ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് കേട്ടോ. അതെ അതെ, താങ്ക് യു സാർ. അത് ഗംഭീരമാണ്. അത് എടുത്ത് പറയേണ്ട ഒരു സംഭവമായിട്ട് തോന്നി കേട്ടോ. ഈ ഒരു പെർഫോമൻസിൽ ഏറ്റവും വലിയ പോസിറ്റീവ് ടേക്ക് അവേ എന്ന് പറയുന്നത് കുഞ്ഞാറ്റയെ സംബന്ധിച്ചിടത്തോളം അതാണെന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു സാർ. പിന്നെ ശ്രുതി ബ്ലഡിൽ അലിഞ്ഞു എന്ന് തോന്നുന്നു. അത് ഓൾറെഡി ബ്ലഡിൽ സംഗീതമുണ്ട്. പക്ഷെ അല്ല, ശ്രുതിയും കൂടി ചരി നന്നായിട്ട് അലിഞ്ഞു അലിഞ്ഞു ചേർന്നു. താങ്ക് യു സാർ. ശ്രുതിയും പാട്ടും കൂടെ കല്യാണം കഴിച്ച പോലെ ഉണ്ടായിരുന്നു. അത് നന്നായി. താങ്ക് യു. പിന്നെ എവിടെയാണ് സ്ലിപ്പ്? അറിയാപ്പോ അത് ഒന്നൊന്നര ആയിരുന്നു. അതൊന്ന് കൃത്യമായിട്ട് പാടി കേൾപ്പിക്കാമോ? നീ കൂടു നീ കൂടുകൂട്ടും കരൾ അത്രയും ഫോഴ്സ്ഫുൾ അല്ലാതെ പാടണം. നീ കൂടുകൂട്ടും കരൾ ചില്ലയിൽ. ഇന്ന് വീട്ടിൽ പോയിട്ട് 50 പ്രാവശ്യം ഇത് മീനാക്ഷിക്ക് പാടാൻ പറ്റും. പറ്റും. ഇപ്പൊ എന്റെ ത്രോട്ട് ശരിയില്ലാത്തോണ്ട് അല്ലെ സിമ്പിൾ ആയിട്ട് പഠിക്കും. പിന്നെ നമ്മള് സ്റ്റുഡിയോ കൊണ്ടുപോയി അത് ട്യൂൺ ചെയ്ത് എല്ലാം കറക്റ്റ് ചെയ്ത് എല്ലാം കൊടുക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ആയിരിക്കും. മെലഡൈനിൽ ഉപയോഗിക്കാം. പക്ഷെ നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് മെലഡൈൻ്റെ ആവശ്യമില്ല. അതെ, അത് കൃത്യമാണ് അല്ലെ? മെലഡൈൻ തോറ്റു പോകും. തോറ്റു. അപ്പൊ കുഞ്ഞാറ്റയ്ക്ക് ഒരു നല്ലൊരു കഴിവ് കൊടുക്കണം ഈ പാടുകൾ. മെലഡൈൻ ചീത്ത പറയും. ഈ കറുക വയൽ കുളിരു കൊയ്യാൻ നീ കൂടെ വാ. ചെറുപീലി
മിസ് കുഞ്ഞാറ്റ എന്തോ വളരെ നന്നായിട്ട് പാടി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്കും അത് മാത്രമേ കുഴപ്പമുണ്ടായിട്ടുള്ളൂ. എനിക്ക് ഇങ്ങനെ ഡ്രൈ ആവുന്നതുകൊണ്ട് തൊണ്ടയിൽ തുപ്പൽ ഇങ്ങനെ ഇറക്കണമല്ലോ ആണോ? നമുക്ക് ഇടക്ക് ബ്രേക്ക് കിട്ടുമ്പോ. അതെന്താ വെച്ചാൽ അത് തുപ്പൽ ഇറക്കാൻ പറ്റുമ്പോ തുപ്പല് വരണില്ല. അല്ല അത് വരില്ല, ശരി. കാരണം ടെൻഷൻ ഉണ്ടേ. അതെ വരില്ല. ആ ടെൻഷൻ ഇല്ലായിരുന്ന തുപ്പലൊക്കെ ഇറക്കാൻ പറ്റും. ടെൻഷൻ കേട്ടാ? പാടിയപ്പോ മനസ്സിലായി. ടെൻഷൻ ഉണ്ടായിരുന്നോ? മനസ്സിലായി. ഇല്ല. പിന്നെ എന്താ കുഴപ്പം? ആ. അപ്പൊ ഇത്തിരി നന്നായിട്ട് വെള്ളം കുടിച്ചാൽ മതി. ഓക്കെ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഇനി പറയാനില്ല. അത് കൂടുതൽ എംജങ്ങൾ പറഞ്ഞതിൽ കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാനില്ല. താങ്ക് യു സാർ. സൂപ്പറായിട്ട് എപ്പോഴത്തേക്കും Thank you. എപ്പോഴത്തെയും പോലെ വളരെ നന്നായിട്ട് പാടി. താങ്ക് ഈ യു പറഞ്ഞ പോലെ പിച്ച് വളരെ പെർഫെക്റ്റ് ആയിരുന്നു. താങ്ക് യു സാർ. കിളിക്കിളി നീലാഞ്ചന പൈങ്കിളി കുഞ്ഞാറ്റക്കുട്ടി എന്തോ കുഞ്ഞാറ്റക്കുട്ടിയുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് വോയിസ് ആണ്. ആ വോയിസ് ഇങ്ങനെ ബ്രൈറ്റ് ആയിട്ട് നിൽക്കുക, തെളിഞ്ഞ ശബ്ദം. ശ്രുതി ശുദ്ധമായിട്ട് നിൽക്കുക. താങ്ക് യു സാർ. ഇതൊക്കെ വരുമ്പോ തന്നെ സംഭവം ഓക്കെ ആയി എല്ലാം. ആ ഒരു പെർട്ടിക്കുലർ ഹമ്മിങ് മാത്രമാണ് മിസ് ചെയ്ത്. അത് മോൾക്ക് അറിയാം അത് കിട്ടിയിട്ടില്ല എന്നറിയാം അല്ലേ? അല്ലെങ്കിൽ ഇറ്റ്സ് എ പെർഫെക്റ്റ് ഷോട്ട്. ബ്യൂട്ടിഫുൾ ആയി പാടി മോളെ. താങ്ക് യു അതൊരു സാർ. വളരെ സ്പെക്ടാക്കുലർ ഒരു കളർഫുൾ സോങ് ആണത്. അത് എളുപ്പമല്ല. ഇതുമാതിരി കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. മോൾ അത് ഭംഗിയായിട്ട് ചെയ്തു. ഓൾ ദി ബെസ്റ്റ് വിഷസ്. ഗുഡ് ലക്ക്. താങ്ക് യു. എന്നെ നോക്കൂലേ, പൂക്കൂലേ, എന്നിൽ പൂക്കൂലേ. ഓ. അപ്പൊ ഇന്നത്തെ പാട്ട് ഒരു തെളിനീർ ഉറവ പോലെ ഉണ്ടായിരുന്നു. താങ്ക് കേട്ടോ? യു സാർ. വെരി നൈസ്. താങ്ക് യു. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് ഇന്ന് 99 ഔട്ട് ഓഫ് 100. 99 മിടുക്കി. അപ്പൊ കുഞ്ഞാറ്റ കിളിയാണ് നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ കേട്ടോ. താങ്ക് യു. ഓക്കെ, ആരെയാ വിളിക്കണ്ടേ ഗിഫ്റ്റ് തരാൻ? ഉണ്ണിമേനോൻ സാർ. ഓ ഉണ്ണിയങ്കൾ, come on. ഉണ്ണിയങ്കൾ വെള്ള ഷർട്ട് ഇട്ടാ പിന്നെ തീ. മീനോട്ടെ ഞാൻ പെട്ടു. അതെ, ഇനി മേലാൽ ഇടൂല. നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് വില്ലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ കുഞ്ഞാറ്റ ഒരു സംഭവമാണല്ലേ. ഉറപ്പാണ്. ഇത്ര ചെറിയ മോള് അടിച്ച് പൊളിക്കുകയാണ് ഈ പാട്ടൊക്കെ. എന്ത് ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഗംഭീരമായി മോളെ. സാർ.